അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ബിസിനസ്സുകളും കച്ചവടങ്ങളും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒരുപാട് ഡിപ്രഷനോ സങ്കടങ്ങളോ ഒന്നും സഹിക്കേണ്ടി വരില്ല. ഒരിക്കൽ മുഹിയുദ്ദീൻ ഷേഖ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കവേ ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ചരക്ക് കപ്പൽ കാറ്റത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. ഇത് കേട്ട ഷേഖ് അവിടുന്ന് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതേ ആളുകൾ തന്നെ വന്ന് മുഹിയുദ്ദീൻ ഷേഖിനോട് പറഞ്ഞു, അത് നിങ്ങളുടെ കപ്പലല്ലായിരുന്നു. ഇത് കേട്ടപ്പോഴും മുഹിയുദ്ദീൻ ഷേഖ് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കൂടെയുള്ള ഒരു ശിഷ്യൻ ഷേഖിനോട് ചോദിച്ചു, അല്ലയോ ഉസ്താദെ, ആദ്യം കപ്പൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അത് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞപ്പോഴും ഈ രണ്ട് സമയങ്ങളിലും അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നാണല്ലോ പറഞ്ഞത്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇത് കേട്ട മുഹിയുദ്ദീൻ ഷേഖ് അവരോടായി പറഞ്ഞു, ആദ്യം എൻ്റെ ചരക്ക് കപ്പൽ കാറ്റത്ത് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. അവിടെ യാതൊരു പ്രയാസമോ സങ്കടമോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സമ്പത്ത് എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചില്ല എന്ന്. രണ്ടാമതവർ തിരിച്ചു വന്ന് അത് എൻ്റെ കപ്പലല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. പ്രത്യേകിച്ചൊരു സന്തോഷമോ ആഹ്ലാദമോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴും എനിക്ക് മനസ്സിലായി സമ്പത്ത് എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന്. ഇതിനുശേഷം മുഹിയുദ്ദീൻ ഷേഖ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ സമ്പത്ത് അത് നിങ്ങളുടെ കീശയിലിരിക്കട്ടെ, അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കരുത്.